അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റാഹത്താണെന്ന് കരുതുന്നു. അല്ലാഹു തആല ആഫിയത്തും ആരോഗ്യം ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല ബർക്കത്ത് നൽകട്ടെ. അൽ വഹദത്തു താസിയ അശറ, പാഠം 19 അൽ അക്ലു വശുറുബ്. അക്കല് ഷുറുബ്. ഇവിടെ കാണുന്ന ചിത്രം നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് എന്താ അതിൽ മനസ്സിലാകുന്നത്? ടേബിളുണ്ട്, അതേപോലെ തന്നെ അതിലൊരുപാട് ഭക്ഷണ സാധനങ്ങൾ, ഫുഡ് ഐറ്റംസുകൾ അല്ലേ? പിന്നെ വ്യത്യസ്തമായ രീതിയിലുള്ളതായ പലഹാരങ്ങളാണ് അതിലുള്ളത്. നമ്മളുടെ വീടുകളിലെല്ലാം നമ്മൾ കഴിക്കുന്നത് പോലെയും വിരുന്ന് സമയങ്ങളിൽ കൂടുതൽ കഴിക്കുന്നത് പോലെയും ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അൽ അക്ലു എന്ന് പറഞ്ഞാൽ കഴിക്കുക എന്നുള്ളതാണ്, ഈറ്റിംഗ്. ഷുറുബ് എന്ന് പറഞ്ഞാൽ കുടിക്കുക, ഡ്രിങ്കിങ് അല്ലേ? അക്കല് ഭക്ഷണം കഴിക്കുക, ഷുറുബ് വെള്ളം കുടിക്കുക. വെള്ളം മാത്രമല്ല, ഏത് ഒരു പാനീയം നമ്മൾക്ക് കുടിക്കാൻ പറ്റും. അതിന് പാഠം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അറബി മലയാളത്തിൻ്റെ ഓരോ പദങ്ങൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് വായിക്കാൻ അറിയണം. അതിനൊക്കെ വേണ്ടി നമ്മൾ അറബി മലയാളത്തിൻ്റെ ചില അക്ഷരങ്ങൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഇനി വരുന്നതായ നെക്സ്റ്റ് പാർട്ടിലും അറബി മലയാളത്തിൻ്റെ ചില അക്ഷരങ്ങൾ പഠിക്കാനുമുണ്ട്. കഴിവിൻ്റെ പരമാവധി അറബിക് അക്ഷരമാലയോടൊപ്പം അറബി മലയാളം പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ജീവിച്ച ഭാഗ്യവാനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലാണ് ആരുണ്ടായത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു പേര് കേട്ടിട്ടില്ലേ നിങ്ങൾ? വലിയ ധൈര്യശാലിയായ മനുഷ്യനായിരുന്നു, ഭരണാധികാരിയായിരുന്നു, ഭരിക്കുന്ന ആള്, ലീഡറായിരുന്നു. അങ്ങനെ അപ്പുറം നോക്കൂ, എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ടേബിളിൻ്റെ ചുറ്റും ഭാഗത്ത് ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തിനു വേണ്ടി കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൈ നീട്ടി. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ ഒന്നിച്ചിരുന്നതേ ഉള്ളൂ. അപ്പം തന്നെ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? പെട്ടെന്ന് ഭക്ഷണത്തിൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ കൈ നീട്ടി. കൈ നീട്ടിയ സമയത്താണ് അത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, മോനെ ബിസ്മി ചൊല്ലണം. ഭക്ഷണം കണ്ട ഉടനെ തന്നെ നമ്മൾ വായിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചൊല്ലണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഒരു ചോക്ലേറ്റ് തിന്നുകയാണെങ്കിലോ അതിനിക്കും ചൊല്ലണം ബിസ്മി. ചെറിയൊരു കടല അത് തിന്നുകയാണെങ്കിലോ അതിനിക്കും ചൊല്ലണം ബിസ്മി. നമ്മൾ ഏതൊരു സാധനം കഴിക്കുകയാണെങ്കിലും, അത് ചോറ് കഴിക്കുകയാണെങ്കിലും, ചെറിയ ചോക്ലേറ്റ് പോലത്തെ സാധനം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചൊല്ലണം? ബിസ്മി ചൊല്ലണം. അത് നമ്മൾ മറന്നു പോകാനേ പാടില്ല. വലത് കൈ കൊണ്ട് കഴിക്കണം. നമ്മൾ കഴിക്കുന്ന സമയത്ത് വലത് കൈ കൊണ്ടാണ് കഴിക്കേണ്ടത് അല്ലേ? ഏറ്റവും മനോഹരമായ നല്ല കൈയല്ല വലത് കൈ. ഇടത് കൈ കൊണ്ട് ആരെങ്കിലും കഴിക്കലുണ്ടോ? ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കാനും പാടില്ല, ഭക്ഷണം കഴിക്കാനും പാടില്ല. കഴിക്കുന്നത് നിൻ്റെ മുമ്പിൽ നിന്നായിരിക്കണം. നമ്മൾ കഴിക്കുന്നത് നമ്മളുടെ നേരെ മുമ്പിൽ ആയിരിക്കണം ഭക്ഷണം വെക്കേണ്ടത്. ഭക്ഷണത്തിന് നോക്കിക്കൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്. ചില കുട്ടികളുണ്ട്, നിങ്ങളൊക്കെ നല്ല കുട്ടികളാ, ചില കുട്ടികൾ മുമ്പിൽ മൊബൈൽ വെക്കും, എന്നിട്ട് അതിങ്ങനെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം നോക്കുന്നേ ഇല്ല, നോക്കുന്ന ഇവിടെ മൊബൈൽ അല്ലെങ്കിൽ TV അല്ലെങ്കിൽ കമ്പ്യൂട്ടർ. ഇതൊക്കെ നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ ശരീരത്തിലേക്ക് ഈ ഭക്ഷണം വലിയ ഗുണം പിടിക്കൂല. അതുകൊണ്ട് ഇത് ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പണ്ട് കാലത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ടാണ് കഴിക്കേണ്ടതെന്ന്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ വിഷയങ്ങളിൽ നമ്മൾ എന്താക്കാൻ പാടില്ല?
മൊബൈൽ വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റുള്ളതായ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ട് അത് നോക്കിയിട്ട് വേറെ എവിടെയോ നോക്കിയിട്ട് ആകാൻ പാടില്ല കഴിക്കേണ്ടത്. നമ്മളുടെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം കഴിക്കേണ്ടത്, പിന്നിൽ വെക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുസരിച്ചു. അപ്പം എന്ത് ചെയ്തു? നബി തങ്ങൾ പറഞ്ഞതല്ലേ, നല്ല ഉപദേശമല്ലേ, ബിസ്മി ചൊല്ലണം, വലത് കൈ കൊണ്ട് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം അനുസരിച്ചു. ഉത്തമനായി വളർന്നു, നല്ല ഉഷാറായിട്ട് വളർന്നു. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളും അങ്ങനെ തന്നെയല്ലേ വളരാം? നല്ല കുട്ടികളാണ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. മദ്രസയിലെ ചീരണിയും വിളമ്പി കഴിഞ്ഞു. നമ്മൾ മദ്രസയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം എന്ത് ചെയ്തു, നമ്മൾക്ക് ചീരണി കിട്ടി. അങ്ങനെ ഉസ്താദിൻ്റെ നിർദ്ദേശം കിട്ടിയ കുട്ടികൾ കയ്യും വായും കഴുകി ശേഷം ഇരുന്നു. പിന്നെ നമ്മളുടെ നാട്ടിലെല്ലാം ഉണ്ട് ഒരു ചക്കര കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു ഭക്ഷണം കൊടുക്കൽ. കൊടുക്കുന്ന സമയത്ത് ഓരോ ക്ലാസ്സിൻ്റെ കുട്ടികളെ ഉസ്താദ് എന്ത് ചെയ്യും, ഇങ്ങനെ വിട്ടയക്കും. ആ സമയത്ത് ആ കുട്ടികളൊക്കെയും നല്ല വൃത്തിയിൽ കൈയും കാലുകളെല്ലാം എല്ലാം കഴുകി നല്ല വൃത്തിയോടുകൂടി നമ്മളവിടെ ഇരിക്കണം. അതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, കഞ്ഞി കഴിക്കേണ്ടത്, ശീരണി കഴിക്കേണ്ടത്. എന്ന രീതിയിൽ നിങ്ങളും നിങ്ങളുടെ മദ്രസയിലോ പള്ളിയിലോ വീട്ടിലോ ഇതുപോലത്തതായ ഭക്ഷണ സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് കയ്യും കാലുകളെല്ലാം നല്ല വൃത്തിയോടുകൂടി കഴുകുകയും എന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി, അങ്ങനെയാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നമ്മൾ എന്ത് ചെയ്തത്, ചൊല്ലിയത്. അങ്ങനെയാണ് ചൊല്ലേണ്ടത്. ഈ കുട്ടികൾ അങ്ങനെ ചെയ്തു. കഴിച്ചു കഴിഞ്ഞവർ, അങ്ങനെ ഭക്ഷണങ്ങളെല്ലാം ഈ കഞ്ഞിയെല്ലാം ക്ഷീരണിയെല്ലാം കഴിച്ചവർ ശേഷം പറഞ്ഞു അൽഹംദുലില്ലാ. തിന്നതിന് ശേഷം നമ്മൾ ചൊല്ലണം അൽഹംദുലില്ലാ, അല്ലേ? ചില കുട്ടികളുണ്ട് ഭക്ഷണം കഴിച്ചാൽ കൈ തന്നെ കഴുകലില്ല, ഒറ്റൊരു ഓട്ട. ആ രീതിയിൽ നമ്മളുടെ കുട്ടികളാവാൻ പാടില്ല. നമ്മളുടെ കുട്ടികൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുകയും ബിസ്മി ചൊല്ലിയിട്ട് കഴിച്ചതിന് ശേഷം അത് നല്ല വൃത്തിയിലായി കഴിക്കണം. അല്പം സ്വല്പം ഇവിടെ അവശിഷ്ടങ്ങളെല്ലാം ബാക്കി വെക്കരുത്. നല്ല വൃത്തിയിൽ കഴിക്കുകയും ശേഷം അൽഹംദുലില്ലാ എന്ന് ചൊല്ലണം, അല്ലാഹുവിനെ സ്തുതിക്കണം. ചൊല്ലി എഴുന്നേറ്റ് കയ്യും വായും കഴുകണം. മനസ്സിലായില്ലേ? ആ രീതിയിലായിരിക്കണം നമ്മളുടെ മക്കൾ ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീക്ക് നൽകട്ടെ. ഈ പാഠം നല്ല രീതിയിൽ വൃത്തിയിലായി നമ്മൾ ആവർത്തിച്ചും ചുരുങ്ങിയതിന് 3 പ്രാവശ്യം നമ്മൾ ഓതണം. പ്ലസ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതും അൽഹംദുലില്ലാ എന്നുള്ളതും നല്ല രീതിയിൽ പഠിക്കുകയും വേണം. എന്താണ് ഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലേണ്ടത്? പറയൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്ത് ചൊല്ലണം? അൽഹംദുലില്ലാ. ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന മര്യാദകൾ എന്തൊക്കെയാണ്? പറയൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൈ കഴുകണം. പിന്നെ വലത് കൈ കൊണ്ട് കഴിക്കണം. അതേപോലെ തന്നെ കഴിക്കുന്നത് മുമ്പിൽ നിന്നാകണം. ബിസ്മി ചൊല്ലണം. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള മര്യാദയാണ് അൽഹംദുലില്ലാ ചൊല്ലണം. എഴുന്നേറ്റ് കൈയും വായും നല്ല രീതിയിൽ കഴുകണം. അല്ലാഹു തആല ഈ രീതിയിൽ നമ്മൾക്ക് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.